അസ്സലാമു അലൈക്കും. 2 ചോദ്യങ്ങളാണുള്ളത്. സ്വന്തം പെങ്ങൾക്കും സഹോദരനും സക്കാത്ത് കൊടുക്കാൻ സാധിക്കുമോ? അവർ മിസ്കീനും ഫക്കീറുമാണെങ്കിൽ. അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ ധനികനായ ഒരു വഴിയാത്രക്കാരന് സക്കാത്തിന് അർഹനാവുമോ? ഈ 2 ചോദ്യങ്ങളാണുള്ളത്. അസ്സലാമു അലൈക്കും. സ്വന്തം സഹോദരിക്കും സഹോദരനും സ്വന്തം സഹോദരിക്കും സഹോദരനും സക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവർ സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ നമ്മുടെ ആശ്രിതരായി നമുക്ക് കീഴിൽ നമ്മളുടെ വീട്ടിൽ നമ്മുടെ ആശ്രിതരായി ജീവിക്കുന്നവരല്ല എങ്കിൽ അവർക്ക് കൊടുക്കാം. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ചിലപ്പം നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ വാപ്പുണ്ടാവില്ല, അപ്പോൾ ആ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയെ നമ്മൾ അവർക്ക് ചിലവിന് കൊടുത്ത് നമ്മൾ വളർത്താൻ വേണ്ടി നമുക്ക് ഓൾറെഡി നമ്മൾ ബാധ്യസ്ഥരായ സഹോദരങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ചിലവിൽ കഴിയുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ സക്കാത്ത് നിന്നല്ലാതെ തന്നെ കൊടുക്കാൻ നമ്മളെന്താണ് ബാധ്യസ്ഥരാണ്. അവർ നമ്മളെ ആശ്രിതരാണ്. എന്നാൽ അല്ലാത്ത സഹോദരൻ സഹോദരി ഒക്കെയാണ് എങ്കിൽ അവർക്ക് സക്കാത്തിൽ നിന്ന് കൊടുക്കാം. സക്കാത്തിൽ നിന്ന് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അവർ സക്കാത്തിന് അർഹരായിരിക്കണം, അവകാശിയായിരിക്കണം. ധനികനായ ഒരു വ്യക്തി, അയാൾ വഴിപോക്കനാണെങ്കിൽ, അയാൾ ധനികനാണെങ്കിലും ഒരാൾക്ക് വഴിയിൽ വെച്ച് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. പലപ്പോഴും സംഭവിക്കാം, ഒരാൾക്ക് പണം ഒരുപാടുള്ള ആളാണ്, പക്ഷെ ബാങ്ക് കാർഡ്സും അയാളുടെ എല്ലാ ഇതും പോയി, ക്യാഷും പോയി. അയാൾക്ക് നാട്ടിലേക്ക് യാത്ര ചെയ്ത് എത്താൻ വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാം. ചില ആളുകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് പണവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ പണം തിരികെ സംവിധാനത്തേക്ക് തന്നെ ഏൽപ്പിക്കും. അതവർ ചെയ്യുന്ന നല്ലൊരു കാര്യം. പക്ഷെ ഒരാൾ വഴിപോക്കൻ വഴിയിൽ കുടുങ്ങിയാൽ അവിടെ അയാൾ സമ്പത്തുള്ള ആളാണെങ്കിലും സമ്പത്തില്ലാത്ത ആളാണെങ്കിലും ഒക്കെ അയാൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി അയാളെ സഹായിക്കാം. വല്ലാഹു ആലം.